പാഠം 885 ആവേശം അതിര് കടക്കുമ്പോൾ. ഹലോ, അതെ, ഉണ്ട്. ആര്? മോഹനയുടെ പത്രം വായിക്കാൻ തോന്നുന്നു. ഞാൻ വിളിക്കാം. ഓ, മതിയോ? ശരി, ഞാൻ പറയാം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ച് ഒടുവിൽ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ചു. പിന്നീട് പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങിയ ഭർത്താവിനെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മോനേട്ടാ, അതെ, നീ വന്നേ. ഇങ്ങ് വാ ഭാമേ. നീ വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് പത്രത്തില്. കുടുംബത്തിൽ വഴക്ക് മൂത്തപ്പോൾ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. എന്നെ സമ്മതിക്കണം, നിന്നെ പോലൊരു ഭാര്യയെ ഇത്രയും കാലമായി ഒന്നും ചെയ്യാതെ ക്ഷമിക്കുന്നതിന്റെ പേരിൽ. രാവിലെ തമാശ പറയാൻ വിളിച്ചാണോ? ഒരു കൊലപാതകം എങ്ങനെ തമാശയാവും? നിന്നെ പോലുള്ള ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവും ഈ കേരളത്തിൽ. അവർക്കൊക്കെ ഇയാളെ പോലെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ജയിലിൽ പോണല്ലോ എന്നുള്ളൊരു ഒറ്റ പേടി കൊണ്ടാണ് അവരൊന്നും ഇത് ചെയ്യാത്തത്. മോഹനേട്ടനോ? എനിക്ക് ജയിലിൽ പോകാൻ വലിയ പേടിയൊന്നുമില്ല. ഞാനൊരു ഗാന്ധിയനായി പോയില്ലേ. ഹിംസ പാപമാണ് എന്ന പ്രമാണത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഭാമേ, നീ രക്ഷപ്പെട്ടു. അയ്യോ, ഈ അഹിംസ എന്ന് പറയുന്നത് കൊല്ലാതിരിക്കൽ മാത്രമല്ലല്ലോ മോഹനേട്ടാ. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും ചെയ്യാറില്ലല്ലോ. ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു കാരണവും കാണും. വളരെ സത്യമാണ് മോഹനേട്ടൻ പറഞ്ഞത്. പക്ഷേ ആ കാരണം മോഹനേട്ടൻ മാത്രമേ ബോധ്യപ്പെടൂന്ന് മാത്രം. ഇതെന്തത്? ഭർത്താവിനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്ക വയ്യാതെ ഭാര്യ ചായയിൽ വിഷം ചേർത്ത് കൊടുത്ത് ഭർത്താവിനെ കൊന്നു. എന്താ പറഞ്ഞ? ഒന്നുമില്ല, ചായക്ക് ഭയങ്കര മധുരം. കുടിച്ച് തീരാറായപ്പോഴാണോ ചായയുടെ മധുരം മനസ്സിലായത്? നീ പോയി എന്റെ ഷർട്ട് കൊണ്ട് വെച്ചേക്ക്, എനിക്ക് നേരത്തെ പോണം. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു. മോഹനേട്ടൻ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു രാമേന്ദ്രൻ മാഷ്. മോഹനേട്ടൻ പത്രം വായിക്കുകയാണെന്ന് പറഞ്ഞപ്പോ തിരിച്ചു വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്താണ് എന്താണ്? രാമേന്ദ്ര മാഷ്. ഇതെന്താണപ്പാ? ഫോൺ എടുക്കുന്നില്ല. ആരാ? രാമേന്ദ്ര മാഷോ? രാമേന്ദ്ര മാഷല്ല, പുരുഷോത്തമൻ ചേട്ടൻ. മോഹനേട്ടൻ വിളിച്ച രാമേന്ദ്ര മാഷാ? അതിന് പുരുഷോത്തമൻ ചേട്ടനെ വിളിച്ചിട്ട് എന്താ കാര്യം? പുരുഷോത്തമൻ ചേട്ടൻ ഫോൺ എടുക്കാതെ ഞാൻ എങ്ങനെയാണ് രാമേന്ദ്ര മാഷ വിളിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിന്നോട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോയി എന്റെ ഷർട്ട് മുണ്ട് തേച്ച് നോക്കി. എനിക്ക് ആഫീസിൽ പോണെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാന്ന് നോക്കണേ. ഇതുകൊണ്ട് എന്തിനാ പോണത്? ഫോൺ ഓഫ് ചെയ്ത് കെ മോഹനേഷിനെ പറ്റിക്കാമെന്നാണ് ധാരണ. നടന്നേ. എന്നെ പറ്റിക്കാനാണ് പരിപാടിയെങ്കിൽ അത് പുരുഷോത്തമൻ ചേട്ടന്റെ കഷ്ടകാലത്തിന്. ഞാൻ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. ആണുങ്ങൾ വാക്ക് പറഞ്ഞ പാലിക്കണം, അല്ലാതെ വാക്കുള്ളവരെ പറ്റിക്കാൻ നോക്കരുത്. അല്ല, പുരുഷോത്തമൻ ചേട്ടൻ എവിടെ പോവാനാ? എവിടെ പോയാലും കണ്ടുപിടിക്കും ഞാൻ. എവിടെ പോയാലും. നീ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാ? മോഹനേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ ചൂടായി ഷർട്ടും മുണ്ടും പോയി തേച്ച് വെക്കാൻ പറഞ്ഞു. ഞാനിതാ ഷർട്ടും മുണ്ടും തേച്ചോണ്ടിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഓ, നീയും പുരുഷോത്തമൻ ചേട്ടന്റെ കൂടെ കൂടി എന്നെ കളിയാക്കണല്ലേ?
ഏത് പുരുഷോത്തമനെ പറ്റിയാണ് മോഹനേട്ടൻ ഈ പറയുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ കളിയാക്കുന്നു എന്നാണ്? പുത്തംപുരയിലെ പുരുഷോത്തമൻ ചേട്ടൻ. പുത്തമ്പരയിലെ പുരുഷോത്തമൻ ചേട്ടനായിട്ട് മോഹനേട്ടൻ എന്താ ഏർപ്പാട്? എനിക്കങ്ങനെ പലരുമായിട്ട് പല ഏർപ്പാട് കാണും. അതൊക്കെ എന്നോട് പറയണ്ട കാര്യതാ. ഇപ്പൊ കുറ്റമുഴുവൻ എന്റെ അല്ലേ? ഒന്നെങ്കിൽ കാര്യം എന്താ തെളിച്ചു പറ, അല്ലെങ്കിൽ മോഹനയുടെ പാട് നോക്കി പോകും. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഒരു കഷ്ടം നോക്കണേ. നേരത്തെ വിളിച്ച രാമേന്ദ്ര മാഷായിരിക്കും. ചെല്ല്. മോഹനയുടെ തിരിച്ചു വിളിക്കാത്തോണ്ട് വീണ്ടും വിളിക്കുന്നതായിരിക്കും. മോഹനയുടെ ഇവിടെ പത്രം വായിച്ചോണ്ടിരിക്കാന്ന് ഞാനിപ്പോ പറഞ്ഞതല്ലേ. ഇതെന്ത് മര്യാദകേടാ മോഹനേട്ടാ? പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കാതെ കുളിക്കാൻ കയറുന്ന അയാൾ കരുതില്ലേ? മോനോട് പോയെടുക്കും. ചെല്. എന്താ പുരുഷോത്തമൻ ചേട്ടൻ കിട്ടിയില്ലല്ലോ? അതിനെന്തിനാ പുരുഷോത്തമൻ ചേട്ടൻ കിട്ടുന്നത്? നിനക്ക് ഫോൺ എടുത്ത് കുളിക്കുകയാണെന്ന് പറയാൻ പറ്റൂല്ലേ? ഒന്ന് പോ മോനേട്ടാ. നിനക്ക് പറ്റൂല്ലേ? ഇതൊരു വല്ലാത്ത സൂക്കേട് തന്നെയാണ്. ഹലോ, അതെ അതെ മാഷേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. മോഹനയുടെ ശരിക്കും പത്രം വായിച്ചോണ്ടിരിക്കല്ലായിരുന്നു. കുളിക്കാൻ കയറിയത്. ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം. അതെയോ? ഓ ശരി. അത്യാവശ്യമാണ്, ഉടനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കും. പുരുഷോത്തമൻ ഫോൺ എടുത്തില്ലല്ലോ. ഓഫീസിൽ വെച്ചിരിക്കുക. ഞാൻ ആദ്യം വിളിച്ചപ്പോ ബെല്ലടിച്ചു. വിളിക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തില്ല. ഇപ്പൊ ഓഫീസിൽ വെച്ചിരിക്കുന്നു. അയ്യോ മോഹനേട്ടൻ വിടണ്ട, മൂർക്ക് പിടിച്ചോണ്ടിരുന്നു. ദൈവത്തെ ഓർത്ത് എന്റെ ഇത്ര ഏടാകൂടങ്ങളെ ചാടിക്കാതിരുന്നാ മതി. കാര്യം എന്താണെന്ന് പോലും അറിയാതെ നുണ പറയാനേ എന്നെ കൊണ്ട് വയ്യ. കുറച്ചു പിന്നെ എന്താ പറഞ്ഞത്? മോഹനേട്ടൻ ഭയങ്കര ഗാന്ധിയനാണെന്നു. ഭാര്യയെ കൊണ്ട് നുണ പറയിക്കുന്ന ഗാന്ധിയൻ. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന്. പക്ഷെ പുരുഷോത്തമൻ ചേട്ടൻ ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ, നമസ്കാരമുണ്ട് സാറേ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ കാണാൻ വേണ്ടിയാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. കൃത്യം 8:40 തന്നെ ഗോപാലൻകുട്ടി ചേട്ടനെ കാണാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഗോപാലൻകുട്ടി ചേട്ടനെ കാണാൻ പോകുന്നയാൾ ഇവിടെ വരുന്നത് എന്തിനാണ്? ഇത് പഞ്ചായത്ത് മെമ്പറുടെ വീടല്ല, ഇത് വില്ലേജ് ഓഫീസറുടെ വീടാണ്. അതെ അതെ സാറേ, അത് ശരിയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ മോഹനേട് സാറിനെ കാണേണ്ട അത്യാവശ്യവും ഇല്ല. പിന്നെ എന്തിനാണ് ഒത്തും ഇങ്ങോട്ട് വന്നത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനാണോ? അല്ല സാറേ, ഞാൻ വന്നത് എന്റെ കാര്യത്തിനല്ല. ഉത്തമന്റെ കാര്യത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉത്തമൻ വന്നത്? സാറേ, ഞാൻ വരുന്ന വഴിക്ക് UP സ്കൂളിലെ രാമേന്ദ്ര മാഷിനെ കണ്ടു. മോഹനേഷ് സാറിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ചായിട്ട് പറയണം, ഭയങ്കര അത്യാവശ്യമാണ്. രാമേന്ദ്ര സാറിനൊന്ന് വിളിക്കാൻ പറയണമെന്നും പറഞ്ഞു. എന്താ സാറേ രാമേന്ദ്ര മാഷുമായിട്ട് ഇടപാട്? ഒന്നും പറഞ്ഞത്. രാമേന്ദ്ര മാഷ് ഒരു അത്യാവശ്യത്തിന് എന്നോട് ഒരു 10,000 രൂപ ചോദിച്ചു. അത്രയുള്ള കാര്യം. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കണ്ണു ഉടച്ച് ധൈര്യമായിട്ട് കൊടുത്തു. പറഞ്ഞ സമയത്ത് പൈസ മടക്കി തരുന്ന ആളാണ് നമ്മുടെ രാമേന്ദ്ര മാഷ്. പക്ഷേ പുരുഷോത്തമൻ ചേട്ടൻ അങ്ങനല്ലോ. ഏത് പുരുഷോത്തമൻ ചേട്ടൻ? തടിമിൽ നടത്തുന്ന പുരുഷോത്തമൻ ചേട്ടൻ. ഓ, പുരുഷോത്തമൻ ചേട്ടനോട് സാറിന് എന്തോ ഇടപാട്? മില്ലിലെ ബിസിനസ് ഒക്കെ കുറവായതുകൊണ്ട് കുറച്ച് പൈസ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പുരുഷോത്തമൻ ചേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. വർഷങ്ങളായി അറിയാവുന്ന ആളാണല്ലോ, നല്ല മനുഷ്യനാണല്ലോ എന്ന് കരുതി പൈസ കൊടുക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. 4, 5, 6, 7, 8, 10. വലിയ ഉപകാരം സാറേ. സത്യം പറഞ്ഞ ഇന്ന് ഈ പൈസ കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരുപാട് സഹായമായി. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ആളുകൾക്ക് പൈസയൊന്നും കടം കൊടുക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, പൈസ ചോദിക്കുമ്പോൾ എല്ലാവർക്കും വലിയ സ്നേഹവും മര്യാദയും ഒക്കെയാണ്. തിരിച്ചു തരേണ്ട സമയമാകുമ്പോൾ അത് കാണില്ല. ഞാൻ അങ്ങനെ ആവില്ല സാറേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന് ഈ നാട്ടിന് ആരോട് വേണേലും ചോദിക്കാം. ഞാൻ ഒരാളോട് പൈസ വാങ്ങിച്ച പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തിരിക്കും. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ പുരുഷോത്തമൻ ചേട്ടൻ ഞാൻ ഈ പൈസ തന്നത്. ഇത് എന്നത്തേക്ക് തിരിച്ചു തരാൻ പറ്റും?
19-ാം തീയതി എനിക്ക് പൈസ കിട്ടും. അന്ന് വൈകുന്നേരത്തിനകം ഞാൻ ഈ പൈസ എവിടെ എത്തിക്കണ്ടേന്ന് സാറ് പറഞ്ഞാൽ എത്തിച്ചേക്കാം. മതി. 19-ാം തീയതി രാവിലെ പുരുഷോത്തം ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചാൽ പൈസ എവിടെയാ എത്തിക്കണമെന്ന് ഞാൻ പറയാം. ഓ ശരി സാർ. ഇന്നലെ ആയിരുന്നല്ലോ 19-ാം തീയതി. പുരുഷോത്തമൻ ചേട്ടൻ വിളിക്കുമെന്ന് കരുതി രാവിലെ മുതൽ ഞാൻ കാത്തിരുന്നു. ഇവിടെ വിളിച്ചില്ല. ആഫീസിലേക്ക് വിളിക്കുകയോ പൈസ കൊണ്ടുവരികയോ ചെയ്യുമെന്ന് കരുതി ആഫീസിൽ കാത്തിരുന്നു. വിളിച്ചുമില്ല, വന്നുമില്ല, തന്നുമില്ല. ഇന്നലെ രാത്രി വരെ ഞാൻ പ്രതീക്ഷിച്ച് ഒന്നും നടന്നില്ല. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ ഞാൻ ഫോൺ വിളിക്കുക. ആദ്യം ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഫോൺ ഓഫ് വെച്ചിരിക്കുക. അല്ല സാറേ, അതും ഈ രാമേന്ദ്രൻ മാഷ് തമ്മിൽ എന്താണ് ബന്ധം? അതല്ലേ ഉത്തമ പ്രശ്നം. രാമചന്ദ്രൻ മാഷ് പൈസ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് 20-ാം തീയതി കൊടുക്കാമെന്ന്. കാരണം എന്താ? 19-ാം തീയതി പുരുഷോത്തമൻ ചേട്ടൻ തരുന്ന പൈസ രാമചന്ദ്രൻ മാഷ് കൊടുക്കാമല്ലോ. അല്ലാതെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്ന പൈസ എടുത്താൽ അത് നഷ്ടം വരില്ല ഉത്തമ. അപ്പൊ അതാണ് പ്രശ്നം. പുരുഷോത്തമൻ ചേട്ടൻ പൈസ തന്നാലേ രാമേന്ദ്രൻ മാഷിന് കൊടുക്കാൻ പറ്റൂ. അതെ. രാവിലെ മുതൽ രാമചന്ദ്രൻ മാഷ് വിളിച്ചോണ്ടിരിക്കുക. ഫോൺ എടുത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പുരുഷോത്തമൻ ചേട്ടൻ വിളിക്കണ്ടേ? പിടികിട്ടി. അപ്പൊ സാറ് ഫോൺ എടുക്കാത്തോണ്ടായിരിക്കും രാമേന്ദ്രൻ മാഷ് എന്നോട് ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. അതെ. നീ ഇപ്പൊ എന്ത് ഉത്തമ? പുരുഷോത്തമൻ ചേട്ടൻ എങ്ങനെ കണ്ടുപിടിക്കും? സാറേ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നണില്ല. കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പുരുഷോത്തമൻ ചേട്ടൻ ഫോൺ എടുക്കുമായിരുന്നല്ലോ. ഇന്ന് വൈകുന്നേരത്തിനകം രാമചന്ദ്രൻ മാഷിന് പൈസ കൊടുക്കണം. അതിന് മുൻപ് എന്റെ പൈസ കൊണ്ടുവന്ന് തന്നില്ല എങ്കിൽ പുരുഷോത്തമൻ ചേട്ടൻ വിവരം അറിയും. കെ മോഹനേശ്വരൻ പിന്നെ ഒരു കുറ്റവുമില്ല. അങ്ങനെ തന്നെ വേണം. 24 മണിക്കൂറും വിളിപ്പുറത്തുള്ള ഞാൻ ഒരു 100 രൂപ ചോദിച്ചാൽ കടം തരാത്ത മനുഷ്യനാണ് പുരുഷോത്തമൻ ചേട്ടന് കാശ് കൊടുത്തിരിക്കുന്നത്. ഈശ്വര, അത് തിരിച്ചു കിട്ടല്ലേ. ആഹാ, അപ്പൊ അതായിരുന്നല്ലേ സംഭവം. ഉത്തമനോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. വായ്പ വാങ്ങിക്കൊണ്ടുപോയ കാശ് പുരുഷോത്തമൻ ചേട്ടൻ തിരിച്ചു തന്നില്ല. ഇപ്പിതാ ഫോൺ കൊടുക്കുന്നില്ല. എന്തായി മോനട്ടാ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് എത്ര നാളിരിക്കുമെന്ന് എനിക്കത് കാണണമല്ലോ. ഈ ഭൂമിയിൽ എവിടെ പോയി വിളിച്ചാലും പുരുഷോത്തമൻ ചേട്ടനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നടക്കും. മോഹനേട്ടൻ പുരുഷോത്തമൻ ചേട്ടനെ കണ്ടുപിടിക്കരുത് എന്നൊരു ഉദ്ദേശം പുരുഷോത്തമൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ അടുത്ത് മിക്കിട്ട് കയറിട്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു അത്യാവശ്യത്തിന് 500 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാതിരിക്കുന്ന മോഹനേട്ടൻ പുരുഷോത്തമൻ ചേട്ടന് 10,000 രൂപ കൊടുത്തതല്ലേ. അത് കിട്ടണമെങ്കിൽ കുറച്ച് പുളിക്കും. എന്ത് എന്റെ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് പറഞ്ഞ സമയത്ത് തിരിച്ചു തരാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നടക്കുന്ന പുരുഷോത്തമൻ ചേട്ടനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. എന്റെ കാശ് പോയാലും പ്രശ്നമില്ല എന്നാണല്ലോ നീ പറഞ്ഞ അർത്ഥം. ഇപ്പോ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് മോഹനേട്ടൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അതായത് എനിക്കൊരു ദോഷം വന്ന് കാണാനാണ് നീ കാത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ കാര്യങ്ങൾ പറയുമ്പോ മൈൻഡ് ചെയ്യുക പോലും ചെയ്യാത്ത മോഹനേട്ടൻ പുരുഷോത്തമൻ ചേട്ടനെ പോലെ ഒരാൾക്ക് 10,000 രൂപ കടം കൊടുത്തത് എന്തിനാണ് എന്ന് ആദ്യം പറ. ബാക്കിയല്ല നമുക്ക് പിന്നെ സംസാരിക്കാം. അതിപ്പോ ഈ പുരുഷോത്തമൻ ചേട്ടന്റെ ബിസിനസ് കുറച്ച് മോശം. അപ്പൊ ഒരു ചെറിയ സഹായം ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതെങ്കിലും മോഹനേട്ടൻ പൈസ തരുമോ? ഇല്ല. കാരണം എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് പ്രശ്നം. ഒന്നാമത്തേത്, ഞാനത് ചെലവാക്കും, മോഹനേട്ടൻ തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, എനിക്കങ്ങനെ ഒരു പൈസ തരുന്നതുകൊണ്ട് മോഹനേട്ടന് ഒരു പ്രയോജനം ഉണ്ടാവും പോകുന്നില്ല. പക്ഷേ പുരുഷോത്തമൻ ചേട്ടന് പൈസ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കാശ് തിരിച്ചു കിട്ടും. അക്കൂട്ടത്തിൽ നാട്ടുകാരുടെ മുന്നിൽ ആളാവുകയും ചെയ്യാം. കാശ് കിട്ടിയ സന്തോഷത്തിൽ പുരുഷോത്തമൻ ചേട്ടൻ നാട് നീളെ നടന്ന് മോഹനേഷ് സാറ് വളരെ നല്ല മനുഷ്യനാ, മോഹനേഷ് സാറ് കാരുണ്യവാനാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഈ നാട്ടുകാർ കേൾക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എന്റെ മോഹൻ ട്രിക്കിളിയാണ്. അതല്ലേ സംഭവം. ഞാൻ നാട്ടുകാരുടെ മുമ്പ് ആളാവും ചെയ്തതല്ല. ഒരാളൊരു സഹായം ചോദിച്ചു, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു. അയ്യോ, ഞാനിത് വിശ്വസിക്കൂലേ. പുരുഷോത്തമൻ ചേട്ടൻ മോഹനേട്ടന്റെ ദൗർബല്യം ചൂഷണം ചെയ്ത് കാര്യം കണ്ടു. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ എനിക്കങ്ങനെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു ആളൊരു തരികിടയാന്ന്.
പക്ഷേ ആ തരികട എന്റെ അടുത്ത് നടക്കില്ല. മോഹനോട് എന്ത് ചെയ്യും? പുരുഷോത്തമൻ ചേട്ടന് പൈസ കൊടുത്തതിന്റെ രേഖ വല്ലതും ഉണ്ടോ കയ്യില്? അങ്ങനെ ഒരു 10,000 രൂപ വാങ്ങിയിട്ടേ ഇല്ല എന്ന് പുരുഷോത്തമൻ ചേട്ടൻ പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞു നോക്കിയാ മോഹനേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. പോലീസിൽ പരാതിപ്പെടാൻ പറ്റുമോ? കോടതി കേസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും നടക്കൂല. ഞാൻ പുരുഷോത്തമന്റെ വീട്ടിൽ കയറി അയാളുടെ ഭാര്യ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ കാശിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്താ പ്രയോജനം? ഞാൻ വീടിന് മുമ്പ് പോയി കുത്തിയിരിക്കും. അതോടെ നാട്ടുകാർ മുഴുവൻ അറിയും, നാണക്കറാവും. അപ്പൊ പൈസ തരുമല്ലോ. എനിക്കൊരു പ്രതീക്ഷയില്ലേ. എന്റെ മോഹനേട്ട പുരുഷോത്തമൻ ചേട്ടനെ പോലൊരാൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു തരുന്നേ? എന്റെ പൈസ കിട്ടില്ലെന്നാണോ? വളരെ പ്രയാസ. ആ മോഹനെ മനസ്സിച്ചിരുന്നാ മതി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പോകാതെ നോക്കാൻ എനിക്കറിയാം. കാണാം. നീ അപ്പൊ എന്റെ കൂടെ പുരുഷോത്തമന്റെ കൂടെയോ? ഇനിയിപ്പോ ഈ കൂടെ കൂട്ടിട്ട് എന്താ കാര്യം? ഒരാളതൊക്കെ പോയില്ലേ? പോവും. കടം വാങ്ങി കാശ് തിരിച്ചു തരാത്ത ആളെ വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് കാശ് തിരിച്ചു വാങ്ങാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. നീ മനസ്സിലാക്കും. ഓക്കോ? ആഹാ. ശങ്കരൻകുട്ടി ഇന്ന് രാവിലെയും വീട്ടിൽ വന്നിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊടുക്കാൻ കാശ് വേണ്ടേ പ്രഭേ? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വരാൻ. അത് കേട്ടത് ശങ്കരൻകുട്ടി ബഹളം വെക്കാൻ തുടങ്ങി. പൈസ തരാന്ന് പറഞ്ഞ് തീയതി കഴിഞ്ഞിട്ട് ദിവസം ഇത്രേ. ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അതോടെ എനിക്കും ദേഷ്യം വന്നു. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇല്ലാന്ന് പറഞ്ഞത്. കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, പൈസ ഉണ്ടാവുമ്പോ തരുമെന്ന് പറഞ്ഞു. അതോടെ ശങ്കരൻകുട്ടിയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു. ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്. അങ്ങനെ പറയണ്ടായിരുന്നു കാഞ്ചന സാറേ. കടം വാങ്ങിയ പൈസയില്ലേ, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നേരാ. അപ്പോ ഒരു നല്ല വർത്താനം പറയുന്നതായിരുന്നു നല്ലത്. എങ്ങനെ പറയാനാ ശിശുപാലൻ ചേട്ടാ? കടം വാങ്ങിയ പൈസക്ക് കൃത്യമായി പലിശ കൊടുക്കുന്നുണ്ടല്ലോ. പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, സമ്മതിച്ചു. അതിന് ഇത്രമാത്രം ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? കാഞ്ഞന സാർ പറഞ്ഞത് അതിന്റെ ശരി. കാശ് കടം വാങ്ങുമ്പോ നമ്മളൊരു തീയതി പറയുമെന്നുള്ളത് നേരാ. ചിലപ്പോ അത് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അതൊക്കെ സാധാരണല്ലേ. അതിന്റെ പേരിൽ ദിവസവും വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും മര്യാദയല്ല. അങ്ങനെ വരുന്നവരോട് കാഞ്ഞന സാറ് പെരുമാറിയ പോലെ പെരുമാറാൻ പറ്റൂ. വാങ്ങിയ കാശ് തിരിച്ചു ചോദിക്കുമ്പോ കിട്ടുമ്പോ തരാമെന്ന് പറയുന്നത് ശരിയല്ല. ഒരു ശരികേടും ഇല്ല. ഇനി ശങ്കരൻകുട്ടി പൈസ ചോദിച്ച് വന്ന കാഞ്ഞന സാർ ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊടുക്കണം. അമിത പലിശ ചോദിച്ച് വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്ത ശങ്കരൻകുട്ടി അകത്തു പോവും. വീട്ടിലിരിക്കുന്നവരോട് അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞൊരു പരാതിയും കൂടെ കൊടുത്ത ശങ്കരൻകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാനും അത് ആലോചിച്ചു പ്രഭേ. ഇനി ശങ്കരൻകുട്ടി വീട്ടിലേക്ക് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. കാഞ്ചനെ, കാഞ്ചനയോ പ്രഹ്ലാദനോ ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ? വാങ്ങി സർ. അത് തിരിച്ചു കൊടുക്കാനുള്ള തീയതി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു സർ. ആ തീയതിയിൽ പൈസ തിരിച്ചു കൊടുത്തോ? പൈസ കിട്ടിയില്ല സർ. പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം. വാക്കു പറഞ്ഞിട്ട് അത് തെറ്റിച്ചാരാ? നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ ശങ്കരൻകുട്ടിയെ പ്രതിയാക്കി കേസ് കൊടുക്കാൻ തീരുമാനിക്കും. അല്ല സർ, ഞാൻ നിങ്ങളെപ്പോലെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകൾ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കണം, അത് മാത്രമാണ് ചിന്ത. നിങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ നാട് കടത്തണം. അതിനെന്തിനാ സാറിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ കാഞ്ചനോടാണ് സംസാരിച്ചത്. രണ്ടുപേർ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി ഇടപെടരുത്. അങ്ങനെയല്ല സർ. മിണ്ടരുത്. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ഞാൻ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടരുത്. മനസ്സിലായല്ലോ? കാഞ്ചനെ, കാഞ്ചനെ പോലുള്ളവർക്ക് ഒരു ധാരണയുണ്ട്, ആരെങ്കിലും പറ്റിച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കണം. പക്ഷേ നിങ്ങളൊക്കെ ഒരു ദിവസം പഠിക്കും. അയ്യോ, ആഹാ, അയ്യോടാ, ഞാൻ ശങ്കരൻകുട്ടിക്ക് പൈസ കൊടുക്കാത്തതിന് സാറിനെന്താ?
അതെന്നോടല്ല സാറിനോട് ചോദിക്കണമായിരുന്നു. എങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടാൻ പറ്റൂ? കഷ്ടം. ഹലോ, അതെ സത്യഭാമയാണ്. ആഹാ, ഇതാര്? എന്തൊക്കെയുണ്ട് വിശേഷം? ശോ, ഇങ്ങനെ ഒരാളെ പറ്റി കേൾക്കാനേ ഉണ്ടായിരുന്നില്ലല്ലോ. ആരാ? ആ, എനിക്കറിയാം. എന്നിട്ട്? ഓ ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ തിരിച്ചു വിളിക്കാം. ആ, സാറിന്റെ ഒന്ന് ഒപ്പിട്ട് വാങ്ങിയായിരുന്നല്ലോ അല്ലേ? ഇതാ നമ്പർ. നമസ്കാരം സാർ. നമസ്കാരം. ആരാ? എന്റെ പേര് സതീശൻ. ഞാൻ വില്ലേജ് ഓഫീസർ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? അത് സാറിനോട് പറയാനുള്ളതാ. ഞാൻ ചെന്ന് സാറിനോട് പറയാം. സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് എന്തെങ്കിലും വന്നതാണെങ്കിൽ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. സാറ് ഭയങ്കര ദേഷ്യത്തിലാ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ലാന്ന് ഇപ്പൊ തോന്നും. ഒടുവിൽ സാറിന്റെ വായിരിക്കുന്ന കേൾക്കുമ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നും. ആരാ? നമസ്കാരം സാർ. എന്റെ പേര് സതീശൻ. നമസ്കാരം. എന്താ കാര്യം? ഞാൻ ഈ പുരുഷോത്തമൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഏത് പുരുഷോത്തമൻ ചേട്ടൻ? തടിമില്ല് നടത്തുന്ന പുരുഷോത്തമൻ ചേട്ടൻ. പുരുഷോത്തമൻ ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ട്? ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ ഞാൻ വിളിക്കാം. കുറെ നേരം ഫോൺ ബെല്ലടിച്ചു, എടുത്തില്ല. എന്നിട്ട് ഫോൺ ഓഫ് ചെയ്തങ്ങ് വെച്ചു. എവിടെ പോയി വിളിച്ചാലും ഞാൻ പുരുഷോത്തമൻ ചേട്ടനെ കണ്ടുപിടിക്കുമെന്ന് അല്ല പറഞ്ഞു. സാർ, ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. കളി എന്നോട് വേണ്ട. എന്താ സാർ പ്രശ്നം? അല്ല ഈ പ്രശ്നം എന്താണെന്ന്? ഇന്നലെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പുരുഷോത്തമൻ ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കടമായി വാങ്ങിച്ചു. ഇന്നലെ രാത്രി വരെ ഞാൻ പുരുഷോത്തമൻ ചേട്ടനെ നോക്കിയിരുന്നു, വന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നുമില്ല. ഇത്തരം വാക്കിന് വിലയില്ലാത്ത ആളുകളെ വിശ്വസിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. പക്ഷെ സതീശ, പുരുഷോത്തമൻ ചേട്ടനോട് പറഞ്ഞേക്ക് പുരുഷോത്തമൻ ചേട്ടൻ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ആഹാ സാറേ, ഞാൻ പുരുഷോത്തമൻ ചേട്ടൻ തന്നുവിട്ട പൈസയുമായിട്ട് വന്നതാ. സാർ, ഇതാ 10,000 രൂപ. അതിന് സാറിനെ മിണ്ടാൻ സമ്മതിക്കണ്ടേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് സംസാരിക്കാൻ വേറൊരാളുടെ അനുവാദം വേണ്ട. പറയേണ്ട കാര്യം ആർക്കും പറയാം. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ശരി, കൊണ്ടുവന്ന് തന്നതിൽ വളരെയധികം സന്തോഷം. എന്റെ അമ്മേ. 10. സാർ പറഞ്ഞത് കാര്യമായിട്ടാണോ? എന്ത്? ഒരാൾക്ക് മിണ്ടണമെങ്കിൽ വേറൊരാളുടെ അനുവാദം വേണ്ടാന്ന് പറഞ്ഞത്? അതെ. ഇപ്പൊ നീ എന്ത് പറയുന്നു? കെ മോഹനൻ സാറിന് പൈസ കൊടുക്കാൻ അറിയാമെങ്കിൽ അത് തിരിച്ചു വാങ്ങാനും അറിയാം. ഓ, ഇതിപ്പം മോഹനയുടെ പോയി പിടിച്ചു വാങ്ങിയൊന്നല്ലോ, പുരുഷോത്തമയുടെ കൊടുത്തയച്ചല്ലേ. എന്തുകൊണ്ട് കൊടുത്തു വിട്ടു? പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് എന്റെ പൈസ തന്നില്ല എങ്കിൽ കെ മോഹനകൃഷ്ണൻ സാർ പ്രശ്നമുണ്ടാക്കും എന്ന് പുരുഷോത്തമൻ ചേട്ടൻ അറിയാം. അതുകൊണ്ട് പൈസ കൊടുത്തു വിട്ടു. എന്റെ മോഹനേട്ടൻ ഈ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഈ നാട്ടിലെ റൗഡിയാണെന്ന് തോന്നൂലോ. മോഹനേട്ടൻ പേടിച്ച് കാശ് കൊണ്ടുതരാൻ. ഇതൊന്നുമല്ല കാര്യം. പുരുഷോത്തമൻ ചേട്ടൻ ഒരാവശ്യത്തിന് പണം കടം വാങ്ങി. പറഞ്ഞ തീയതിയിൽ പണം തിരിച്ചു കൊടുക്കുന്ന ഒരു മാന്യനായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് പൈസ തിരിച്ചു തന്നു. അത്രേ ഉള്ളൂ കാര്യം. ഓ, അപ്പൊ അങ്ങനെയായി. ഇന്ന് രാവിലെ പുരുഷോത്തമൻ ചേട്ടനെ പറ്റി നീ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അയാളെ കണ്ടാൽ അറിയാം അയാളൊരു തട്ടിപ്പുകാരനാണെന്നൊക്കെ അല്ലേ ഞാനപ്പോൾ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമല്ല. പുരുഷോത്തമൻ ചേട്ടൻ എന്ത് നല്ല മനുഷ്യനാണ് എന്ന്. മോഹനേട്ടൻ എന്ത് പറഞ്ഞത്?
പുരുഷോത്തമൻ ചേട്ടൻ നല്ല മനുഷ്യനാണെന്ന്. പുരുഷോത്തമൻ ചേട്ടൻ നല്ല മനുഷ്യനാണെന്നോ? എപ്പോഴാ അത് പറഞ്ഞത്? ഞാൻ കേട്ടില്ലായിരുന്നല്ലോ മോനട്ട. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, നീ കേട്ടില്ലേ? മോഹനട്ട പറഞ്ഞ എന്താന്ന് ഞാൻ പറയാം. പറഞ്ഞ സമയത്ത് പൈസ തരാതിരിക്കാനായി പുരുഷോത്തമൻ ചേട്ടൻ ഫോൺ എടുക്കാതിരിക്കുകയാണ്, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുരുഷോത്തമൻ ചേട്ടനെ എവിടെ ഒളിച്ചാലും കണ്ടുപിടിച്ച് കളയും. പുരുഷോത്തമൻ ചേട്ടന് വീട്ടിൽ പോയിട്ട് അലമുണ്ടാക്കും. വഴി വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൈസ വാങ്ങും എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞേ ഇല്ല. അല്ലെ പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞോ? പുരുഷോത്തമൻ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പൈസ കൊടുത്തത്. എന്റെ ഈശ്വര, ഗാന്ധിയനാണെന്ന് പറഞ്ഞിട്ടേ ഇതാ നോക്കി ഗാന്ധിജിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പറയുന്നത്. ഓ, എന്തൊരു നാണക്കേടാണോ? ദേഷ്യം വന്നപ്പോ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അത് നീ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. പുരുഷോത്തമൻ ചേട്ടൻ വാങ്ങിയ പണം തന്നു, അതോടെ ആ പ്രശ്നം തീർന്നു. ഇനി നീ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. എന്താ പുരുഷോത്തമൻ ചേട്ടാ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തു പറ്റി? എന്തു പറ്റിയെന്ന് സാറിന് അറിയാലോ. ഇന്നലെ രാവിലെ വിളിക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പറഞ്ഞതുപോലെ പൈസ ഒത്തു വരാത്തോണ്ട് ഇന്നലെ വിളിച്ചില്ല. അതൊക്കെ ഇനി പറയുന്നതിനാ. എനിക്കറിയാമായിരുന്നു പുരുഷോത്തമൻ ചേട്ടൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്നൊക്കെ. എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലോ സാർ. ഇന്ന് രാവിലെ സാറ് വിളിച്ചപ്പോ ഞാൻ ആശുപത്രിയിലായിരുന്നു. എന്തു പറ്റി? കെട്ടിയോക്ക് ഒരു നെഞ്ചുവേദന. ഇന്നലെ രാത്രി ആശുപത്രി കൊണ്ടുപോയതാ. രാവിലെ സാറ് വിളിച്ചപ്പോ കരുതി തിരിച്ചു വിളിക്കാവുന്ന. കുറച്ചു കഴിഞ്ഞപ്പോ ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആയിപ്പോയി. എനിക്കെപ്പോഴേ തോന്നി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഭാമേ, പുരുഷോത്തമൻ ചേട്ടൻ മനഃപൂർവ്വം ഫോൺ ഓഫ് ചെയ്തല്ല എന്ന്. പുരുഷോത്തമൻ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് എനിക്കറിയാലോ. പിന്നെ സാറേ, പൈസയുടെ കാര്യം. പുരുഷോത്തമൻ ചേട്ടാ, ആ പ്രശ്നം തീർന്നില്ലേ? കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് മോഹനോട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ? അല്ല, ഭാര്യയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി തന്നെയാ. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. അവിടെ വേറെ ആരുമില്ല, എനിക്ക് പോവാൻ തിരക്കുണ്ട്. അസുഖമായി കിടക്കുന്ന ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ടാണോ പുരുഷോത്തമൻ ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു ഇപ്പോ? അല്ല, ഞാൻ വന്ന് പറയേണ്ട കാര്യം ഞാൻ തന്നെ വന്ന് പറയണ്ടേ? അല്ലെങ്കിൽ സാർ എന്ത് കരുതും? ഞാനൊന്നും കരുതില്ല. നിങ്ങളെപ്പോലവരുടെ പ്രയാസം എനിക്ക് നന്നായി മനസ്സിലാവും. പുരുഷോത്തമൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ നോക്ക്. പാവം പുരുഷോത്തമൻ ചേട്ടൻ വലിയ സന്തോഷത്തിലാ പോയത്. മോഹനേട്ടൻ വഴക്ക് പറയുന്ന കരുതിയാ ആ പാവം വന്നത്. അങ്ങനെ അനാവശ്യമായി ഒരാളെ വഴക്ക് പറയുന്ന സ്വഭാവം കെ മോഹനകൃഷ്ണൻ സാറിനില്ല. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവണം. പിന്നെ അങ്ങനെ ഒരു നിർബന്ധം മോനോട്ടില്ല. ഓരോ ദിവസം മോനോട്ട് എന്നോട് എന്തുമാത്രം വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ വല്ല കാരണമുള്ളതാണോ? നിന്നോട് വഴക്കുണ്ടാക്കാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ അന്വേഷിക്കാറുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, നീ എന്ത് ചെയ്താലും ഇത് പ്രശ്നം. ശരി, എന്റെ കാര്യം വീട്. നമുക്ക് പുരുഷോത്തമൻ ചേട്ടന്റെ കാര്യം എടുക്കാം. ഇന്ന് രാവിലെ മോഹനേട്ടൻ പുരുഷോത്തമൻ ചേട്ടനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? മോഹനേട്ടൻ പറയണമെന്നില്ല, ഞാൻ പറയാം. എന്റെ മോഹനേട്ട പുരുഷോത്തമൻ ചേട്ടനെ പോലൊരാൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൈസ കിട്ടില്ലെന്നാണോ? വളരെ പ്രയാസമാ. ആ മോഹനെ മനസ്സിലിരുന്നാ മതി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പോകാതെ നോക്കാൻ എനിക്കറിയാം. കാണാം. നീ എന്റെ കൂടെയോ പുരുഷോത്തമന്റെ കൂടെയോ? ഇനിയിപ്പോ ഈ കൂടെ കൂടിയിട്ട് എന്താ കാര്യം? പോലുള്ളതൊക്കെ പോയില്ലേ? പോവും. കടം വാങ്ങി കാശ് തിരിച്ചു തരാത്ത ആളെ വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് കാശ് തിരിച്ചു വാങ്ങാനുള്ള കഴിവൊക്കെ എനിക്കൊണ്ട് നീ മനസ്സിലാക്കും. ഓക്കോ? ഇതൊക്കെ സത്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യപ്പെടാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. ഇന്നലെ തരാമെന്ന് പറഞ്ഞ പൈസ തരാതിരുന്നപ്പോൾ തന്നെ എനിക്ക് ദേഷ്യപ്പെടാമായിരുന്നല്ലോ. ഞാനത് ചെയ്തില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ ഫോൺ വിളിച്ചപ്പോ എടുത്തില്ല, പിന്നെ വിളിച്ചപ്പോ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അവര് ദേഷ്യം വരില്ലേ? എന്തുകൊണ്ടാണ് ഇന്നലെ വിളിക്കാത്തതെന്നും ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ എടുക്കാത്തതെന്നും പിന്നെ ഫോൺ എങ്ങനെയാ ഓഫ് ആയതെന്നും പുരുഷോത്തമൻ ചേട്ടൻ പറഞ്ഞല്ലോ. അതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. അതാണ് ഞാൻ പറയാൻ വന്ന വിഷയവും. പുരുഷോത്തമൻ ചേട്ടൻ ഫോൺ എടുത്തില്ല, അപ്പൊ മോഹനോട് ചെയ്തു വിളി തുടങ്ങി. പക്ഷെ അപ്പോഴും ന്യായം പുരുഷോത്തമൻ ചേട്ടന്റെ ഭാഗത്തായിരുന്നു.
ചുരുക്കി പറഞ്ഞ മോഹനയുടെ ചീത്ത വിളിക്കുന്നതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്നൊന്ന് അന്വേഷിക്കണ്ടായിരുന്നു. ഉദാഹരണത്തിന് രാവിലെ മോഹനയുടെ ആഫീസിലേക്ക് പോകുന്ന വഴി പുരുഷോത്തമൻ ചേട്ടനെ കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഉണ്ടാവുക? പുരുഷോത്തമൻ ചേട്ടന് ഒരക്ഷരം പറയാനുള്ള അവസരം കിട്ടുന്നതിന് മുന്നേ ചീത്തപുലിയുടെ പൂരം അവിടെ നടന്നേനെ. ഒടുവിൽ സത്യാവസ്ഥ അറിയുമ്പോ മോഹനേട്ടൻ ക്ഷമ പറയുകയും ചെയ്തേനെ. അങ്ങനെ വന്നില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ വരാത്തത്? ഞാനൊരു 10,000 രൂപയായിട്ട് സതീഷിനെ ആഫീസിലേക്ക് വിട്ടതുകൊണ്ട്. അത് പുരുഷോത്തമൻ ചേട്ടൻ കൊടുത്തുവിട്ട പൈസയൊന്നുമല്ല. കൊടുത്തുവിടാനായി പുരുഷോത്തമൻ ചേട്ടന്റെ പൈസ ഉണ്ടായിരുന്നില്ല. പുരുഷോത്തമൻ ചേട്ടന്റെ ഭാര്യ ആശുപത്രിയാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. കാര്യം അറിയാതെ ഇനി മോഹനേട്ടൻ വഴക്കുണ്ടാക്കിയല്ലോ എന്ന് ഓർത്ത്. അപ്പോഴാ സതീഷും വിളിച്ച് എനിക്ക് തരാനുള്ള പൈസ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞത്. അപ്പോ മോഹനേട്ടനും തണുപ്പിക്കാനുള്ള മാർഗമായിട്ട് ഞാൻ ആ പൈസയായിട്ട് സതീഷിനെ നേരെ വില്ലേജ് ഓഫീസിലേക്ക് പറഞ്ഞുവല്ലോ. എന്റെ പൈസ അത്, പുരുഷോത്തമൻ ചേട്ടൻ കൊടുത്തോട്ട പൈസയൊന്നും അല്ല. ഇപ്പൊ പുരുഷോത്തമൻ ചേട്ടൻ വന്നതേ പൈസ ഇല്ല എന്ന് പറയാനാ. പൈസ നേരത്തെ കിട്ടിയതുകൊണ്ട് മോഹനേട്ടൻ ക്ഷമിച്ചു. ഇല്ലായിരുന്നെങ്കിലോ? അപ്പോ പുരുഷോത്തമൻ ചേട്ടൻ പുരുഷോത്തമൻ ചേട്ടൻ പോയി. പോകുന്നതിന് മുന്നേ മോഹനേട്ടനെ പറ്റി ഒരുപാട് നല്ലത് പറഞ്ഞിട്ടാ പോയത്. പുരുഷോത്തമൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ നോക്ക്. ഞാൻ സാറിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ആശുപത്രിക്കാരിയൊക്കെ വന്നതുകൊണ്ട് അതിന് കുറച്ച് സാവകാശം വേണമെന്ന് പറയാനാ ഞാൻ വന്നത്. പൈസ വൈകിയതിന് മോഹനേട്ടൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പൈസ ചോദിച്ചത് പോലും ഇല്ല. എന്റെ മോഹനേട്ടൻ മനസാക്ഷിയുള്ളവനാ. പുരുഷോത്തമൻ ചേട്ടൻ പൈസ കിട്ടുമ്പോ കൊണ്ടുവന്നാ മതി. അധികം വൈകില്ല, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പണം കൊണ്ടുവരാം. ഓ, ധാരാളം മതി. എനിക്ക് മോഹനേട്ടൻ സാറിനോട് പറഞ്ഞാ തീരാത്ത നന്ദി ഉണ്ടെന്ന് പറയണം. തങ്കപ്പെട്ട മനുഷ്യനാ സാറ്. ഞാൻ പറഞ്ഞോളാം. മോഹനേട്ട, പൈസ വാങ്ങിയിട്ട് സമയത്ത് തിരിച്ചറിയാതെ പറ്റിക്കുന്നവരുണ്ടാവാം. ചിലര് ഗതികേടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാ. രണ്ടുപേരെയും ഒരുപോലെ കാണുന്നത് ശരിയാണോ? ഇപ്പൊ എന്റെ മോഹനേട്ടൻ പുരുഷോത്തമൻ ചേട്ടന് മുന്നിൽ വലിയ ആളായില്ലേ? അതിനു വേണ്ടിയാ ഞാൻ ഈ കള്ളത്തരമൊക്കെ കാണിച്ച്. അപ്പോ അങ്ങനെ കള്ളത്തരമൊന്നുമല്ലല്ലോ. ഒരു നല്ല ഉദ്ദേശം വെച്ച് ചെയ്തല്ലേ. കാര്യങ്ങൾ സംയമനത്തോടെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. മോഹനകൃഷ്ണന് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ആവേശം കുറച്ച് കൂടുതലാണ് എന്നതാണ് യഥാർത്ഥ പ്രശ്നം. എന്തായാലും വക്കീലിന്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് ഒരു ദുരന്തം ഒഴിവായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു. എല്ലാറ്റിനും ഒരു കണക്കുള്ളത് നല്ലതാണ്.